നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചേച്ചി രേണു സുധി ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്നവർക്കൊക്കെ തന്നെ നല്ലപോലെ ഇപ്പോൾ രേണു സുധി ഒരു ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫേസ് ആണ്. ഈ കൊല്ലം സുധി എന്ന് പറയുന്ന ഒരു കലാകാരന്റെ മരണത്തിന് പിന്നാലെയാണ് രേണു സുധി പതുക്കെ ഒരു സോഷ്യൽ മീഡിയ ലോകത്തേക്ക് ഇപ്പോൾ അഭിനയ ലോകത്തേക്ക് വരുന്നത്. അതിന് പിന്നാലെ തന്നെ അവർക്ക് ആ ഒരു നിമിഷം മുതൽ ഇതുവരെയും പലതരത്തിലുള്ള വിവാദങ്ങളും വിമർശനങ്ങളൊക്കെ തന്നെ അവർ ഏറ്റുവാങ്ങുകയാണ്. പല നേരത്തും നമുക്ക് പാവം തോന്നും ഒരു സ്ത്രീനെ ഇത്രയധികം ഇങ്ങനെ സൈബർ ബുള്ളിങ് ഒക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ അതിന് കാര്യങ്ങൾക്കൊന്നും ആദ്യമൊന്നും അവർ മറുപടി ഒന്നും പറയാറില്ല. പക്ഷെ ഇപ്പോൾ ഒക്കെ തന്നെ അവർ നല്ലപോലെ പ്രതികരിച്ചു തുടങ്ങി. ഏതായാലും ഈ ഓൺലൈൻ മീഡിയാസ് തന്നെയാണ് ഇവരുടെ ഈ പിന്നാലെ ഇവരെ പോപ്പുലർ ആക്കുന്നത് അവർ തന്നെയാണ്. എന്നാൽ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് അവരെ ഏറ്റവും താഴേക്ക് വലിച്ചിടുന്നതും അവർ തന്നെയാണ്. ഇപ്പോൾ വീണ്ടും ഒരു വിവാദം പൊട്ടിപ്പുറപ്പെട്ടേക്കാണ്. എന്താണ് ഇപ്പോൾ ഒരു ബാർ ഡാൻസർ ആയിട്ട് രേണു സുധി ദുബായിലേക്ക് പോയി എന്നൊക്കെയാണ് പറയുന്നത്. കൃഷ്ണൻ ആദ്യമേ ഒന്ന് പറഞ്ഞോട്ടെ, നമ്മുടെ പ്രേക്ഷകർ എപ്പോഴും പറയും ഇത്തരത്തിലുള്ള ചില കേസുകളുമായിട്ട് വാർത്തകളുമായിട്ട് വരരുത് എന്നുള്ളത്. രേണു സുധി എന്നുള്ളൊരു ഇത് പറയുമ്പം തന്നെ പ്രേക്ഷകർ ഇപ്പം ചിന്തിക്കും എന്തിനാണ് നിങ്ങൾക്ക് വേറെ വാർത്തയുടെ ക്ഷാമം കൊണ്ടാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഏറ്റെടുക്കുന്നത്. പക്ഷേ ഇതിനകത്തും ചില കാര്യങ്ങളുണ്ട്. ഒരുപക്ഷെ നിരവധി സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ഒറ്റപ്പെടുന്നവർക്കൊക്കെ ഒരുപക്ഷെ പ്രയോജനം ഏതെങ്കിലും തരത്തിൽ ഉണ്ടാകട്ടെ എന്ന് കരുതിയാണ്. രേണു സുധിയെ പ്രത്യേകിച്ച് മലയാളികൾക്ക് ഇപ്പോൾ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ബിഗ് ബോസ് താരം കൂടിയാണ്. ബിഗ് ബോസിൽ നിന്ന് സ്വന്തമായിട്ട് അഭിമാനത്തോടെ നിർത്തി എന്ന് പറഞ്ഞ് തോറ്റല്ല ഇറങ്ങി വന്നത്, നിർത്തി എന്ന് പറഞ്ഞ് ഇറങ്ങി വന്ന രേണു സുധി. ഒരുപക്ഷെ രേണു സുധിയുടെ ഒരു നമ്മൾ ആദ്യമൊക്കെ ഫ്രെയിമിൽ കാണുന്ന കൊല്ലം സുധിയുടെ ഭാര്യ എന്നുള്ള രീതിയിൽ ഒരു കൊച്ചു പെൺകുട്ടി ആ സ്റ്റേജിൽ വന്ന് വാവച്ചി എന്ന് സുധി പറഞ്ഞ് പരിചയപ്പെടുത്തിയ രേണു സുധിയാണ് നമ്മൾ കാണുന്നത്. ഒരു വളരെ ക്യൂട്ടായിട്ടുള്ള മെലിഞ്ഞ ഒരു കുട്ടി, ഒക്കത്തൊരു കുഞ്ഞു കുട്ടിയുണ്ട്. അപ്പം മൂത്ത മകനെ ഉൾപ്പെടെ കൊല്ലം സുധിയുടെ ആദ്യ ഭാര്യയിലുണ്ടായിരുന്ന കുട്ടിയെ ഉൾപ്പെടെയാണ് രേണു വളർത്തിയത്. അപ്പോൾ അത് ഫാമിലി ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒരുപക്ഷെ മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം. ആദ്യ ഭാര്യ കളഞ്ഞിട്ട് പോകുന്നു, പിന്നീട് കൊല്ലം സുധിയും ഇതിനിടയ്ക്ക് വേറൊരു കുട്ടിയുമായിട്ട് ലിവിങ് ടു ദ റിലേഷനാണെന്ന് പറയുന്നു. അതിനുശേഷം രേണുവിനെ വിവാഹം കഴിക്കുന്നു. ഇതൊക്കെ ഗോസിപ്പുകൾ ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. കൊല്ലം സുധി മരിച്ചതിന് ശേഷം വിടാതെ പിന്തുടരുകയാണ്. ആദ്യമൊക്കെ രേണു സുധിയെ ഒരുപാട് പേര് സഹായിച്ചിരുന്നു. ഈ പറഞ്ഞോണം വീട് ഇല്ലാതിരുന്ന രേണു സുധിക്ക് വീട് നൽകി. പിന്നീട് രേണു സുധിയെ നമ്മൾ കാണുന്നത് ഒരു ചെറിയൊരു റീലിലൂടെയാണ്. ആ റീല് വല്ലാണ്ട് അത് എയറിലാക്കി എന്ന് തന്നെ പറയാം. ഇത്തരത്തിൽ കൊല്ലം സുധിയുടെ ഭാര്യ എന്തിനു പിന്നീട് വേറൊരാളുടെ കൂടെ ഇങ്ങനെ ഇഴുകിച്ചേർന്ന് റീല് ചെയ്തു എന്നൊക്കെ പിന്നീട് വീണ്ടും ചെയ്തു. പക്ഷെ ഇതിനെയൊക്കെ മറികടന്നു കൊണ്ടുതന്നെയാണ് രേണു സുധി പല രീതിയും ചെയ്യുന്നത്. നമ്മളിപ്പം അന്നേരമൊക്കെ വിമർശകരുണ്ടെങ്കിലും രേണു സുധിയെ കൂടെ ചേർത്ത് നിർത്തിയ കുറേ പേരുണ്ട്. കാരണം അവർ ഭർത്താവ് മരിച്ചെന്ന് പറഞ്ഞ് വീട്ടിൽ കുത്തിയിരിക്കണം. അതൊക്കെ നമ്മൾ ചോദ്യം ചെയ്യേണ്ടുന്ന കാര്യം തന്നെയാണ്. അവർ പുറത്തിറങ്ങണം, അവരുടെ ഇഷ്ടമാണ്, അവർ അഭിനയിക്കുക എന്നതാണ് ഇഷ്ടമെങ്കിൽ അവർ അഭിനയിക്കട്ടെ. അതിനൊന്നും ഇവിടെ ആരും ഒരു പരാതിയില്ല, തർക്കമില്ല. ഇനി ഇഴുകിച്ചേർന്ന് അഭിനയിച്ചു എന്ന് പറഞ്ഞാൽ എന്താ ബാക്കിയുള്ള മഞ്ജു വാര്യർക്കും ഈ പറയുന്ന എല്ലാവർക്കും ഒക്കെ ഇഴുകിച്ചേർന്ന് അഭിനയിച്ച രംഗങ്ങളൊക്കെ നമ്മുടെ ചുറ്റുമുണ്ട്. ഇപ്പോഴും നടിമാരല്ല അപ്പം അവരൊക്കെ നല്ലവരും രേണു സുധി എന്താ വെറും മോശക്കാരിയാണോ? അതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ വസ്ത്രം വയറ് കാണിച്ചു, അങ്ങനെയാണെങ്കിൽ ബോളിവുഡ് നടികൾ ഉൾപ്പെടെയുള്ള ഒരു അല്ലെങ്കിൽ മലയാളി നടികൾ ഉൾപ്പെടെയുള്ള ഒരു ഇതെല്ലാം കാണിച്ചല്ലേ, വയറും ഇതെല്ലാം കാണിച്ചു തന്നെയല്ലേ അവർ ഇത് ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തിൽ അഭിനയം എന്ന് പറയുന്നത് അവരവരുടെ കാഴ്ചപ്പാട്, അവരവരുടെ ഇഷ്ടമാണ്. അത് അവർക്ക് അവസരം ലഭിക്കുന്നുണ്ടെങ്കിൽ അവർ പോട്ടെ. പക്ഷേ പലപ്പോഴും ഈ യൂട്യൂബേഴ്സ് പുറകെ നടന്ന് കുത്തി ഇവരന്ന് ഒരു സാധാരണ ഗ്രാമത്തിൽ നിന്ന് അവരെല്ലാം ഓപ്പണായിട്ടങ്ങ് പറയും. അവർക്കതൊന്നും ഒരു വിഷയമല്ല. ഇനി ആരെന്നെ എന്ത് പറഞ്ഞാലും വിഷയമല്ല. എനിക്ക് അവരാരും അല്ലല്ലോ ചിലവിന് തരുന്നത്. ഒന്ന് ചിന്തിക്കുക. അവിടെയും രേണു സുധിയുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പം നമ്മൾ ചിന്തിക്കുന്നത് രണ്ട് കുട്ടികളാണ്. ഇപ്പം മൂത്ത കുട്ടിയുടെ കാര്യമൊക്കെ സ്പോൺസർഷിപ്പ് ഉണ്ടെങ്കിലും രണ്ടാമത്തെ കുട്ടിയുടെ കാര്യം വീട്ടിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് രേണുവാണ്. ആ കുട്ടിയുടെ പഠനം പിന്നെ സ്വന്തമായിട്ടും അവർക്ക് എന്തെങ്കിലും ഏൺ ചെയ്യണ്ടേ, ജീവിക്കണ്ടേ. ഈ പറയുന്ന അവർ എത്ര നാൾ നോക്കും? അപ്പം അതുകൊണ്ട് അവർക്ക് കിട്ടുന്ന ഈ ഒരു അവസരം കൊല്ലം സുധി എന്ന ഒരു ബ്രാൻഡ് നെയിം വെച്ചുകൊണ്ട് തന്നെ അവർ ആ ഒരു അവസരം മുതലാക്കിക്കൊണ്ട് പല ചെറിയ ഷോർട്ട് ഫിലിമുകളിൽ ചെറിയ ആൽബങ്ങളിലൊക്കെ അഭിനയിക്കുന്നുണ്ട്. അത് നല്ലതോ ചീത്തയോ ഒന്നും അല്ല, പൈസ കിട്ടുന്നു, അവർ പോകുന്നു. പക്ഷേ ഇവർക്ക് ആരോട് എങ്ങനെ പറയണം എന്നൊന്നും അറിയില്ല. എന്നാൽ പലപ്പോഴും ഞാൻ ചിന്തിക്കും എന്തിനാ ഇങ്ങനെ ഓപ്പണായിട്ട് പറയുന്നത്. കുറേയൊക്കെ യൂട്യൂബേഴ്സിനെയൊക്കെ അകറ്റി നിർത്തും. പക്ഷെ അങ്ങനെ അകറ്റി നിർത്തിയാൽ അവരുടെ ബ്രാൻഡ് നഷ്ടപ്പെടും. കുറേ നാൾ ഇവരെ കാണാതിരിക്കുമ്പോൾ പിന്നെ ഇവരെ എല്ലാവരും മാർക്കും. പക്ഷെ ഈ ഒരു ഫ്രെയിമിലൊക്കെ നിൽക്കുമ്പം സോഷ്യൽ മീഡിയയൊക്കെ അത്യാവശ്യമാണ് എല്ലാ ആക്ടേഴ്സിനും. അതുകൊണ്ടായിരിക്കും അവരും ചേർത്ത് നിർത്തുന്നത്. അതും എന്തും ആയിക്കോട്ടെ. പക്ഷെ ഇപ്പം പുതുതായിട്ട് വന്നിരിക്കുന്നത് നമ്മൾ ഇടയ്ക്ക് കണ്ടു, ഈ ഇനോഗ്രേഷനൊക്കെ പോകുമ്പം ഇവരിങ്ങനെ അവർ ഡാൻസറല്ല, ഈ പറഞ്ഞോണം വസ്ത്രം ഇങ്ങനെ ഇട്ട് അല്ലാണ്ട് ഡാൻസ് കളിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്.
ഇപ്പം പോയിരിക്കുന്ന ബാറിന്റെ ഒരു ഉദ്ഘാടനം, ബാറല്ല അവിടെ ഒരു റെസ്റ്റോ ബാർ, ഫാമിലിയൊക്കെ വരുന്നതാണ്. അവിടെ പോയി ഉദ്ഘാടനം ചെയ്ത് സ്വാഭാവികമായിട്ട് ഡാൻസ് കളിക്കും. എനിക്കിത് നമുക്ക് രണ്ട് ഭാഗത്തേക്ക് നീക്കാം. ഒന്ന്, അവർ ഡാൻസ് ബാറിലോ ഇനി അതല്ലാതെയോ ഡാൻസ് കളിച്ചതുകൊണ്ടോ അവരതിൽ നിന്ന് പൈസ വാങ്ങിച്ചതുകൊണ്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അങ്ങനെയാണെങ്കിൽ പ്രമുഖ നടിമാർ ഈ പറഞ്ഞോണം വസ്ത്രധാരണമൊക്കെ ചെയ്ത് വന്ന് ഡാൻസ് ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? ഇനോഗ്രേഷൻ വലിയ വലിയ കല്യാണിൻ്റെയൊക്കെ വലിയ വലിയ ജുവലേഴ്സിൻ്റെയും മലബാറിൻ്റെയൊക്കെ നമ്മൾ നിരവധി കാര്യങ്ങൾ, മൈജിയുടെയൊക്കെ ഇനോഗ്രേഷനിൽ പലരും ഈ പറഞ്ഞ നടിമാരൊക്കെ പല രീതിയിലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് നമ്മൾ ഇത്തരത്തിലുള്ള ഡാൻസുകൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അപ്പം പിന്നെ രേണുസുതി ഇപ്പൊ പാവം പിടിച്ചത് ഒരു ഡ്രസ്സ് ഇട്ട് ഡാൻസ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് പ്രശ്നം? പ്രത്യേകിച്ച് അവർ തിന്നായിട്ടുള്ള ഒരു മെലിഞ്ഞ സ്ത്രീയാണ്, പ്രത്യേകിച്ച് അവർക്ക് എക്സ്പോസ് ചെയ്യാത്തക്ക രീതി. എന്നാലും അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ഡ്രസ്സൊക്കെയാണ് ഇടുന്നത്. വലിയ കുഴപ്പമില്ല, തെറ്റൊന്നും പറയാത്തക്ക രീതിയിലൊന്നുമില്ല. എക്സ്പോസിങ് അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇപ്പോൾ ബാർ ഡാൻസ് ചെയ്തു. ബാർ ഡാൻസ് അല്ല, അതൊരു ഹോട്ടലാണ്. ഈ പറഞ്ഞതുപോലെ ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു എന്ന് രേണു തന്നെ പറയുന്നു. അവരുടെ മുമ്പിൽ ഒരു 2 ചുവട് വെച്ച് കളിച്ചു എന്നുള്ളതേ ഉള്ളൂ. അത് ഒരു ഭാഗത്ത് നിന്ന് ചിന്തിച്ച് അത്രേ ഉള്ളൂ. അതിന് ഇത്രത്തോളം വിമർശിക്കേണ്ട കാര്യമില്ല. പക്ഷെ മറുഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അവിടെയാണ് ഞാൻ പറഞ്ഞ ഈ സ്ത്രീകൾ ഇത് കേൾക്കണമെന്നുള്ളത്. ഒറ്റപ്പെടുന്ന സ്ത്രീകൾ, ഭർത്താവ് മരിക്കുന്ന സ്ത്രീകൾ, അവരൊക്കെ ഭർത്താവിനെ ഓർത്ത് അല്ലെങ്കിൽ ഇപ്പം ഉപേക്ഷിച്ചു പോയ ഭർത്താവ് പോയാലും അടങ്ങി ഒതുങ്ങി വീട്ടിൽ കഴിയണം എന്നുള്ള പഴയ കാലഘട്ടം മാറി. അവർക്ക് അവരുടെ ഇപ്പം രേണു പലപ്പോഴും പറയാറുണ്ട്, അഭിനയം എന്ന് പറയുന്നത് എനിക്ക് പണ്ടേ ഇഷ്ടമായിരുന്നു, പക്ഷെ അന്നൊന്നും എനിക്ക് സാധിച്ചില്ല. ഞാൻ ഒരു ഭാര്യയായി, അമ്മയായി, വീട്ടമ്മയായിട്ടിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് ഇറങ്ങിത്തിരിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ മറ്റേത് ജോലിയേക്കാളും എനിക്ക് ആപ്റ്റായിട്ട് ഇഷ്ടപ്പെട്ടത്, എൻ്റെ പാഷൻ എനിക്കിതാണ്. അതുകൊണ്ട് ഞാൻ ഇതിൽ ഇറങ്ങിത്തിരിച്ചു. അതിൽ ഞാൻ എന്നെ തന്നെ ഒന്ന് വിലയിരുത്തുന്നു കൃഷ്ണേന്ദു. ഞാൻ ആക്ച്വലി പഠിച്ചത് ഡിഗ്രി BCom ആണ്, കൊമേഴ്സാണ് പഠിച്ചത്. പക്ഷേ എൻ്റെ ഉള്ളിൽ എനിക്ക് എപ്പോഴും അന്ന് ഏഷ്യാനെറ്റൊക്കെ വന്ന ഒരു സന്ദർഭത്തിൽ എനിക്ക് ഈ പറഞ്ഞതുപോലെ അവതാരകയായിട്ട്, ആങ്കറായിട്ട്, കിരൺ TV ഒക്കെ വന്നപ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് എനിക്കൊന്ന് പോകാം. പക്ഷേ എൻ്റെ വീട്ടിൽ ഇത്തരത്തിലായിരുന്നു, അതൊന്നും വേണ്ട, വീട്ടിൽ പഠിക്കുക, നീ വേറെ ബാങ്ക് ജോലി നോക്കുക, അല്ലെങ്കിൽ ടീച്ചറാവോ, ഇങ്ങനെയൊക്കെയുള്ള ഒരു ഇതിലേക്ക് പോകുമായിരുന്നു. അപ്പോൾ ഞാൻ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഡിഗ്രി എടുത്തു. പക്ഷേ എന്നാലും ഉള്ളിൽ ഒന്നീ LLB അല്ലെങ്കിൽ ജേർണലിസം എന്ന് പറയുന്നത് എനിക്കൊരു ഭയങ്കര ഇഷ്ടം, എൻ്റെ ഒരു പാഷനായിരുന്നു. പക്ഷേ ആഫ്റ്റർ മാരേജിന് ശേഷമാണ് ഒരു പക്ഷേ എനിക്ക് ജേർണലിസം പഠിക്കാനുള്ള പാഷൻ. എനിക്ക് അവിടെ ഒരു സ്വാതന്ത്ര്യം കിട്ടിയപ്പം ഞാൻ പഠിക്കുകയാണ് ചെയ്തത്. അപ്പം വീണ്ടും അതായത് എൻ്റെ ഉള്ളിലുള്ള ബ്ലഡ് അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ ഇൻബോണായിട്ട് നമുക്കോരോ കഴിവുകൾ തന്നിട്ടുണ്ട്. എനിക്ക് വലിയ കഴിവുണ്ടെന്ന് ഞാൻ പറയുന്നില്ല, സോറി പ്രേക്ഷകർ ക്ഷമിക്കുക. പക്ഷെ എന്നാലും നമ്മുടെ ഉള്ളിലുള്ള ചില കഴിവുകളുണ്ട്. അത് എത്ര അടച്ചു വെച്ചാലും അതിനൊരു കുറച്ചൊരു സ്പേസ് കിട്ടുമ്പോൾ നമ്മളവിടെ അത് പൂർത്തീകരിക്കും. ഒരു പക്ഷേ എനിക്കത് ഇന്ന് എൻ്റെ ഫീൽഡ്, ഞാൻ പ്രൊഫഷണൽ അക്കൗണ്ടിങ് ആയിരുന്നു. പല ഈ പറഞ്ഞോണം സ്ഥാപനങ്ങളിൽ ഈ ഓഫീസ് HR ഇങ്ങനെയൊക്കെയുള്ള വർക്കുകൾ ചെയ്തിരുന്ന ഒരു ഘട്ടം എനിക്കുണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്നൊക്കെ എനിക്കൊരിക്കലും ഒരു ആത്മസംതൃപ്തി എന്ന് പറയുന്ന സംഗതി കിട്ടിയിട്ടില്ല. പക്ഷേ ഇത് എൻ്റെ ഒരു പാഷൻ ആയതുകൊണ്ട് തന്നെ എനിക്കിതിലേക്ക് വരാൻ സാധിച്ചു. അതുപോലെ തന്നെയാണ് ഓരോ വ്യക്തികൾക്കും ഒരു. അപ്പോൾ രേണു ആ ഒരു പാഷൻ തിരഞ്ഞെടുത്തു. അതിൽ സ്വാഭാവികമായിട്ട് ഒരു തെറ്റും പറയാനില്ല. പക്ഷേ ഈ ഒറ്റപ്പെടുന്ന സ്ത്രീകളൊക്കെ ഞാൻ പറയുന്നത് അവർക്ക് എല്ലാവരുടെയും ഉള്ളിൽ ഒരു ടാലൻ്റ് ഉണ്ട്. ഇപ്പോൾ ഭർത്താവ് പോയി എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഭർത്താവ് നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ മരിച്ചുപോയി എന്ന് പറഞ്ഞ് വീട്ടിൽ കുത്തിയിരിക്കരുത്. നിങ്ങൾക്ക് ഉള്ളിൽ എന്തൊക്കെയാകും? നിങ്ങൾക്ക് ഡാൻസ് ചെയ്യാനാണോ, ഒരു ഡാൻസർ ആവാനാണോ ആഗ്രഹം? നിങ്ങൾ പ്രായം നോക്കണ്ട, ഡാൻസ് പഠിക്കണം. നമ്മുടെ ഉള്ളിൽ എന്തൊക്കെയാണോ ആഗ്രഹങ്ങൾ, അതാണ് നമ്മുടെ ടാലൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് കടന്നു വരണം. സമൂഹ മധ്യേ കടന്നു വരാനാണ് ആഗ്രഹമെങ്കിൽ അങ്ങനെ വരണം. ഇനി ടീച്ചർ ആവാനാണ് ആഗ്രഹമെങ്കിൽ അങ്ങനെ പോകണം. എത്രയോ സ്ത്രീകൾ എത്രയോ നാളുകളായിട്ട് വീട്ടിലൊക്കെ പിള്ളേർക്ക് പാചകമൊക്കെ ചെയ്തു കൊടുത്ത് ഭർത്താവിനെ നോക്കിയിരിക്കണം. അവരൊക്കെ പുറത്തേക്ക് വരണം. മനുഷ്യനല്ലേ, ഒരു ജീവിതമല്ലേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ രേണുസുതി ചെയ്ത് ശരിയാണ്. പക്ഷെ മറ്റൊരു ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഒരു ഭർത്താവ് നഷ്ടപ്പെടുന്ന ഒരു സ്ത്രീ, അല്ലെങ്കിൽ ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് പോകുന്ന സ്ത്രീകൾ പെട്ടെന്ന് ബ്ലാങ്ക് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഫ്രസ്ട്രേഷൻ, അവരുടെ ഈഗോ, അവരുടെ മെൻ്റൽ അൺഹെൽത്ത്, ഇതൊക്കെ വല്ലാണ്ട് ബാധിക്കും. അപ്പോൾ ചുറ്റുമുള്ളവരൊക്കെ പറയുന്നതൊക്കെയാണ് കേൾക്കുന്നത്. കാരണം ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ഇൻസ്പയർഡ് ആയിട്ട് പറയുമ്പോൾ അതാണ് ശരിയെന്ന് തോന്നി അതിലേക്ക് പോകും. ഇപ്പോൾ രേണു വേറൊരു ലോകത്താണ്. ഇനി അവരെ എത്രമാത്രം തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള അറിഞ്ഞൂടാ. രേണു തെറ്റൊന്നും ചെയ്യുന്നില്ല. പക്ഷേ അവർ ഇത്തരത്തിലുള്ള ഇപ്പം ഇനോഗ്രേഷൻ എടുക്കുമ്പോൾ അല്ലെങ്കിൽ സമീപിക്കുന്ന ചില രീതികളുണ്ട്. ഇപ്പം ഒരു 2 ജോഡി ഡാൻസ് വെച്ചെന്ന് പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നമ്മളെ തന്നെ അങ്ങ് വാല്യൂ നഷ്ടപ്പെടുത്തിക്കൊണ്ട്, നമ്മളെ തന്നെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഒരിടത്തും അങ്ങനെ പോകരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം
ഭർത്താവ് ഇല്ല എന്നുണ്ടെങ്കിലും അവർക്ക് അഭിനയിക്കാം. പക്ഷെ അത് ഏറ്റെടുക്കുന്ന രംഗങ്ങൾ ഒരുപക്ഷെ അവർക്ക് ആപ്റ്റായിട്ടുള്ളതായിരിക്കണം എന്നുള്ളത് നോക്കുക, സൂക്ഷിക്കുക. കാരണം അവർക്ക് ആപ്റ്റായിട്ടുള്ള വേഷങ്ങളുണ്ട്, അതാണോ എന്നുള്ളത് നോക്കുക. നല്ല വേഷങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ബ്രാൻഡ് വാല്യൂ കുറയ്ക്കരുത്. ഇപ്പോൾ രേണുസുതി എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് വാല്യൂ ഉണ്ട്, അത് കുറയ്ക്കാൻ നിൽക്കരുത്, കൂട്ടാനാണ് ശ്രമിക്കേണ്ടത്. ഇതിപ്പോൾ കുറച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ഞാൻ പറഞ്ഞ കൃഷ്ണേന്ദുവിന് മനസ്സിലാവുന്നുണ്ടല്ലോ, പ്രേക്ഷകർക്ക് മനസ്സിലാവും. കാരണം നമ്മൾ ഒരു ഭർത്താവില്ല, നമുക്കൊരു വിലയിട്ടിട്ടുണ്ട്, ആൾക്കാർ ഒരു വിലയിട്ടുണ്ട്, അതിൽ നിന്ന് പിടിച്ച് മുന്നിലോട്ട് വേണം കയറാൻ, താഴോട്ട് പോകരുത്. അപ്പോൾ ഇപ്പോൾ ബാർ ഡാൻസ് ചെയ്തുകൊണ്ടൊന്നും പ്രശ്നമില്ല. പക്ഷെ അവിടെയും നമ്മൾ ചില പാലിക്കേണ്ടുന്ന മര്യാദ, അത് ഏത് ഹോട്ടലാണ്, അവർ ചെന്ന് ഇനോഗ്രേഷൻ ചെയ്യുക, ഞാൻ ഇന്നതേ ചെയ്യത്തുള്ളൂ, ഞാൻ ഇങ്ങനെ ചെയ്യും, നിങ്ങൾ ഇങ്ങനെ അഴിഞ്ഞാടി സ്റ്റെപ്പ് വെക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ നടക്കുന്ന കാര്യമില്ല, ഞാൻ എൻ്റെ പ്രായത്തിനനുസരിച്ച് എൻ്റെ സഭ്യതയ്ക്ക് അനുസരിച്ച് ഞാൻ ചെയ്യും എന്നുള്ളത് പറയാം. ഇപ്പോൾ രേണു ഒരു ഡാൻസർ ആണെന്നുണ്ടെങ്കിൽ ഇതൊന്നും ഒരു വിഷയമായിട്ട് വരാം. രേണു നല്ലൊരു ഡാൻസർ ഒന്നും അല്ല, അപ്പോൾ കളിക്കുന്നതിൽ കുറച്ച് മിസ്റ്റേക്ക്. അപ്പം അങ്ങനെ മറ്റുള്ളവർക്ക് നമ്മളൊരു കോമാളിയായിട്ട് പോകാതിരിക്കുക. രേണു അഭിനയിക്കണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്, അഭിനയിക്കണം. നല്ല സിനിമകളിൽ രേണുവിന് ആപ്റ്റായിട്ടുള്ള ചില നല്ല വേഷങ്ങളുണ്ട്. കാരണം ഇടയ്ക്ക് ഞാൻ 1-2 രേണുവിൻ്റെ ചില ക്ലിപ്പിംഗ് കണ്ടപ്പോൾ ആ വേഷം ഒരു സാധാരണ നാടൻ സ്ത്രീയുടെയൊക്കെ വേഷം രേണുവിൻ്റെ പ്രായത്തിനനുസരിച്ച്, ഒന്നാമത് ഇത്രയും നല്ല ഒരു ബോഡി സ്ട്രക്ചറുണ്ട്, അപ്പം വലിയ പ്രായം തോന്നിക്കത്തില്ല. അപ്പം അത്തരത്തിലുള്ള ഒരു വേഷം രേണുവിന് ആപ്റ്റായിരിക്കും. മാത്രമല്ല ഞാൻ ഒരു നാടകത്തിൻ്റെ ചെറിയ പോർഷൻസ് രേണു അഭിനയിക്കും. രേണുവിന് കഴിയും, രേണുവിന് നന്നായിട്ട് അഭിനയിക്കാൻ കഴിവുണ്ട്, അപ്പോൾ നന്നായിട്ട് പാടാനുള്ളൊരു കഴിവുണ്ട്. അപ്പോൾ അതിലൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക. ആ വേഷങ്ങൾ ചൂസ് ചെയ്യാൻ ഒരു ബ്രാൻഡ് വാല്യൂ നികത്താൻ രേണു ശ്രമിക്കണം. ഇനോഗ്രേഷന് പൈസ കിട്ടുന്നതാണ്, ഒരു പക്ഷേ ആവശ്യങ്ങൾ ഏറെ ഉണ്ടായിരിക്കും. പക്ഷേ അവിടെയും ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു മാർക്കറ്റിങ്ങിലേക്ക് രേണുവിന് സ്വയം കൊണ്ടുവന്ന് എത്തിക്കാൻ പറ്റും. തീരെ ആര് വിളിച്ചാലും ഞാൻ അവൈലബിൾ ആണ് എന്നുള്ള രീതി മാറ്റിക്കൊണ്ട് അങ്ങനെയൊന്നും ആര് വിളിച്ചാലും ഞാൻ വരില്ല എന്നുള്ള രീതിയിലേക്ക് രേണു മാറിയാൽ ഒരുപക്ഷെ ഇത് രേണുവിന് ഉപദേശിച്ചു കൊടുക്കാൻ ആളില്ല. ഇനി ഉപദേശിച്ചാൽ എത്രമാത്രം സ്വീകാര്യമാകും എന്നുള്ളതും അറിയില്ല. അതാണ് രേണുവിനെ ഇത്രത്തോളം നെഗറ്റീവ് കമന്റിലേക്ക് വരാൻ ഉള്ള കാര്യം. ചേച്ചി ഓർമ്മയുണ്ടോ, കഴിഞ്ഞ കുറെ കാലം ഒരു ഉമ്മ ഇതുപോലെ അവര് ഭർത്താവ് മരിച്ച ഒരു മക്കളുടെ കൂടെ കുളു മണാലിയോ അവിടെ പോയിട്ട് ഒരു വീഡിയോ ഇട്ടു, അവിടെ കൂട്ടുകാരികളോട് ഇങ്ങോട്ട് വായോ ഇവിടെ അടിപൊളിയാന്ന് പറഞ്ഞപ്പോ അത് എന്തുമാതിരി ചർച്ച ചെയ്ത. അപ്പോൾ ഒരു മതത്തിൽപ്പെട്ട കുറച്ച് ആൾക്കാർ പറഞ്ഞു വല്ല വീട്ടിൽ വല്ല ഇത് എന്തോ ഒരു മന്ത്രം എന്തോ ചൊല്ലി ഇരിക്കേണ്ടതാണ്, നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ അവിടെ പോയി. ഞാൻ പറയുന്ന ആ ഉമ്മച്ചിയെ എന്റെ കയ്യിലോട്ടിട്ട് ആ ഉമ്മച്ചിയെ ഞാൻ കെട്ടിപ്പിടിച്ച് കൊടുക്കും. കാരണം ഡിവോഴ്സ് അല്ലെങ്കിൽ പ്രായമാകുമ്പോഴെങ്കിലും അങ്ങനെ ഒന്ന് പോകണ്ടേ? സ്ത്രീകൾക്ക് എന്താ ഈ ലോകം മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച് ലോകം മുഴുവനും കാണാനാണ്. മനുഷ്യൻ ലോകം കാണണം. ഇപ്പം മറ്റേ ഈ ഓരോ വ്ളോഗേഴ്സ്, ട്രാവലിംഗ് വ്ളോഗേഴ്സ് ഒക്കെ പറയുമല്ലോ, സഞ്ചാരത്തിലൊക്കെ പറയുമല്ലോ, ഈ പറയുന്നത് പോലെ സന്തോഷ് ജോർജ് കുളങ്ങരയൊക്കെ പറയുന്നത് പോലെ നമ്മൾ ലോകം കാണണം. അതിനല്ലേ നമുക്ക് മനുഷ്യനെ കണ്ണും കൈയും കാലും ഒക്കെ ദൈവം തന്നിരിക്കുക. പിന്നെ അല്ലെങ്കിൽ എന്തിനാ മനുഷ്യ ഭൂമി ജീവിച്ചു എന്ന് പറയുന്നത്? നമ്മൾ ഈ ലോകം കണ്ണു തുറക്കുന്ന കാണണ്ട. അങ്ങനെ ആഗ്രഹമുള്ളവർ പോട്ടെ. ചിലവർക്ക് അങ്ങനെ ട്രാവലിംഗ് ഒന്നും ഇഷ്ടമല്ലായിരിക്കും. ട്രാവലിംഗ് ഇഷ്ടമുള്ളവർ പോകണം. അതിൽ പ്രായമൊന്നും ഒരു പ്രശ്നമല്ല, അതിൽ ഭർത്താവില്ല എന്നുള്ളൊരു പ്രശ്നമല്ല, കുട്ടികളുണ്ട് എന്നുള്ളൊരു പ്രശ്നമല്ല. നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് നിങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്, സ്ട്രെയിറ്റ് ആണ് എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ വിമർശനങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. ഒരു പക്ഷേ രേണുസുതിയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് എനിക്ക് വല്ലാണ്ട് ഇഷ്ടമാണ്. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അത് വിമർശനങ്ങൾക്ക് രേണു പുല്ല് വില പോലും കൽപ്പിക്കുന്നില്ല എന്നുള്ളത്. പക്ഷെ അത് ചിലയിടത്തൊക്കെ ചില നല്ലത് ഉപദേശിച്ചു കൊടുക്കുമ്പോൾ അതിന് ചില വില കൽപ്പിക്കണം. കാരണം രേണുസുതി ഒരു വീട്ടമ്മയായിട്ടാണ് പെട്ടെന്നൊരു സ്വാതന്ത്ര്യം എന്ന ഒരു പദവിയിലേക്ക് രേണു മാറുന്നത്. അപ്പം അവിടെ ഈ പറയുന്ന നമ്മളൊരു കൂട്ടിലിട്ട് വളർത്തുമ്പോൾ അതിനൊരു നിയന്ത്രണ രേഖയുണ്ട്. അതൊന്ന് പറത്തി വിടുമ്പോൾ തെക്കും വടക്കും ഒക്കെ പക്ഷികൾ ആദ്യം പോകുന്നതാണ്. ഒരു അതിനെവിടെ ശ്രദ്ധ ചെലുത്തണമെന്നുള്ള അറിയില്ല. ആ ഒരു പാതയിലാണ് ഇപ്പോൾ രേണു നിൽക്കുന്നത്. രേണുവിന് ആര് പറയുന്നതാണ് ശരി, എന്ത് ചെയ്യുന്നതാണെന്നുള്ള ഒന്ന് ഇരുത്തി ചിന്തിക്കുക. ചിന്തിച്ചതിന് ശേഷം ഒന്ന് പ്രതികരിക്കുക. ചിന്തിച്ചതിന് ശേഷം ഏതൊരു കാര്യത്തിനും ഏതൊരു പ്രവൃത്തിയിലും ഏർപ്പെടുക. നല്ലൊരു സ്റ്റാൻഡ് തൻ്റെ കഴിവിൽ നിന്നുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ തന്നെ രേണുവിന് നല്ല ഇത് ചെയ്യാനാകും. ഒപ്പം തന്നെ നല്ല അഭിനയിക്കാൻ കഴിവുണ്ടെങ്കിൽ, പാടാൻ കഴിവുണ്ടെങ്കിൽ അതിൽ നന്നായിട്ട് പിടിച്ചു കയറാൻ ശ്രമിക്കുക. നമ്മൾ ചെറുതിൽ നിന്ന് നല്ല രീതിയിൽ പിടിച്ചു കയറിയ ഒരു പക്ഷെ നല്ല അറിയാൻ പറ്റില്ല നല്ലൊരു ഭാവി. നമ്മൾ ഇന്ദ്രൻ സേട്ടൻ്റെ ഇത് കണ്ടിട്ടില്ലേ? വെറും ഒരു തുന്നൽ തൊഴിലാളിയായിരുന്ന ഇന്ദ്രൻ സേട്ടനും ആദ്യമൊക്കെ കിട്ടിയ റോളുകൾ എന്തായിരുന്നു? സൈഡ് റോള്, എവിടെയെങ്കിലും മിന്നിമായുന്ന മുഖങ്ങളൊക്കെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതപാതയൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ അതേ ഹീറോ ആയിട്ടും അദ്ദേഹത്തിന് കൈവരിക്കുന്ന അവാർഡുകൾ, കൈ കിട്ടുന്ന അവാർഡുകൾക്ക് പഞ്ഞമുണ്ടോ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ
വളർച്ച, ഇപ്പോഴും അദ്ദേഹത്തിന്റെ ലളിതമായിട്ടുള്ള ജീവിതം, ഇതൊക്കെ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള നിരവധി പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പൊ രേണുസുതി അങ്ങനെ ആരും വില കുറച്ചൊന്നും കാണണ്ട. അവർക്ക് അത്യാവശ്യം അഭിനയിക്കാനൊക്കെ കഴിവുണ്ട്. അവരെ അത് രേണു ബിഗ് ബോസിൽ നിന്ന് വന്നതിന് ശേഷമുള്ള രേണു ആണോ ബിഗ് ബോസിലോട്ട് പോയത്? അല്ല, ഡിഫറെന്റ്, ഒത്തിരി കുറച്ചുകൂടെയൊക്കെ സൗന്ദര്യം വന്നതായിട്ടൊക്കെയാണ്. ഒരുപക്ഷെ അവരുടെ ജീവിത സാഹചര്യമൊക്കെ ആയിരിക്കും ഇങ്ങനെ. അപ്പൊ കുറച്ചുകൂടി എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്, കുറച്ചുകൂടെ രേണുവിനെ ഒന്ന് പോളിഷ് ചെയ്തെടുത്താൽ ഒരുപക്ഷെ നല്ലൊരു നടിയായിട്ടും നല്ലൊരു ആക്ടറായിട്ടൊക്കെ നമുക്ക് ആക്ട്രസ്സായിട്ടൊക്കെ കാണാൻ സാധിക്കും. അപ്പം ഇങ്ങനെ ഈ ഉച്ചഭാവത്തിൽ സോഷ്യൽ മീഡിയ ഇരുന്നുകൊണ്ട് പുല്ല് വില കൽപ്പിക്കാത്ത നിങ്ങൾ ആദ്യം നിങ്ങളെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ എന്താണെന്നുള്ള, നമുക്കിതിനൊന്നും പറ്റുന്നില്ല. രേണുവിനെ ഇന്ന് മലയാളികൾക്കല്ല അങ്ങ് ദുബായ് വരെ അറിയാം. പക്ഷെ നിങ്ങളെ ആർക്കെങ്കിലും അറിയാമോ? നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയാണ് നേടിയിട്ടുള്ളത് അല്ലേ? ഈ സോഷ്യൽ മീഡിയ ഇരുന്ന് നമ്മൾ തന്നെ ഇപ്പം എന്തെങ്കിലും ഒരു ഇത് പറഞ്ഞാൽ ചുമ്മാ നമ്മളെ തെറി വിളിക്കുന്ന കുറെ ആൾക്കാർ, ഞാൻ വായിക്കാറില്ല കമന്റ്, എന്നാലും വീട്ടിൽ ഇരിക്കുന്നവരെ നമ്മളെയൊക്കെ വെറും പച്ചത്തെറി ഇരുന്നില്ല, ബസ് സ്റ്റാൻഡുകളിലൊക്കെ പണ്ട് എഴുതി വെക്കുന്ന തെറികളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ എഴുതുന്ന ചില ആൾക്ക്. പക്ഷെ അവരൊന്നും അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനമുണ്ടോ, അല്ലെങ്കിൽ എനിക്ക് എന്താണ് നേടാൻ പറ്റുക, എനിക്കിതുപോലെ സന്തോഷിക്കാൻ പറ്റും, എനിക്ക് ദുബായി പോകാൻ പറ്റുന്നുണ്ടോ, എനിക്ക് അമേരിക്കയിൽ പോകാൻ സ്വയം ഒന്ന് ചിന്തിച്ചിട്ട് എല്ലാവരും കമന്റ് ഇടുക. ഏതായാലും ഇത് എല്ലാ സ്ത്രീകൾക്കും കൂടെ വേണ്ടിയിട്ട്, ഒറ്റപ്പെട്ട എല്ലാ സ്ത്രീകൾക്കും നിങ്ങളൊന്ന് പറക്കൂ, നിങ്ങളുടെ ഇഷ്ടങ്ങളൊന്ന് ചെകഞ്ഞെടുത്ത് നിങ്ങളുടെ പാഷനിലേക്ക് ഒന്ന് പോയി. ഒരു ഭാഗത്ത് നോക്കുമ്പോൾ രേണുസുതി ചെയ്യുന്നതൊക്കെ ശരിയാണ്, മറുഭാഗത്ത് നോക്കുമ്പോൾ ഒന്ന് പോളിഷ് ചെയ്യേണ്ടിയിരിക്കുന്നു, അത്രയേ ഉള്ളൂ.